സൈക്കോളജിക്കലി സിനിമ എന്ന മാധ്യമം എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്ന് പറയാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കുറെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എങ്കിൽ തന്നെ പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു റയറസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. ഇല്ല എന്നല്ല പറയുന്നത്. എന്നാലും 100 പേര് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് 99 പേർക്കും യാതൊരു ചേഞ്ചും പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകത്തില്ല. നമ്മളിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ് സിനിമയ്ക്ക് കൂടുതലായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നത്. അതിലൊന്നാണ് ഇമോഷണൽ കണ്ടേജിയൻ. കൊച്ചുകുട്ടി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കും ഒരു ചിരി വരത്തില്ലേ? അതായത് അവരുടെ ഇമോഷൻ എന്താണോ അത് മിമിക് ചെയ്യാനായിട്ട്, അത് അതേപോലെ നമ്മളിലേക്ക് കോപ്പി ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി വരാറുണ്ട്. അതിലെ ഒരു ക്യാരക്ടറിന് വിഷമം വന്നാൽ നമുക്ക് വിഷമം വരാറുണ്ട്. ദേഷ്യം വന്നാൽ നമുക്ക് ദേഷ്യം വരാറുമുണ്ട്. ഈ വയലൻസ് എന്ന് പറയുന്നത് പക്ഷെ താൽക്കാലികമാണ്, കുറച്ചു നേരത്തേക്കാണ്. ആ സിനിമ സഞ്ചരിച്ചു പോകുന്നതനുസരിച്ചിട്ട് ഈ ക്യാരക്ടറിന് മാറ്റങ്ങൾ വരത്തില്ലേ? തുടക്കത്തിൽ ക്യാരക്ടർ എന്തെങ്കിലും റിവഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ റിവഞ്ച് നമുക്ക് തോന്നുന്നു. റിവഞ്ച് അയാൾ പൂർത്തിയായി കഴിയുമ്പോഴത്തേന് ആശ്വാസത്തോടു കൂടി അദ്ദേഹം എവിടെങ്കിലും ഇരിക്കുന്നു. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് അനുസരിച്ച് അതേപോലെ തന്നെ സഞ്ചരിച്ച് പോയി സിനിമ തീരുമ്പോൾ ഇതും തീർന്നു പോകാറാണ് പതിവ്. ഇനി അതല്ല, നിങ്ങളിപ്പോ സിനിമ പൂർണ്ണമായിട്ടും കണ്ടില്ല, റിവഞ്ചിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം കണ്ടതിന് ശേഷം നമ്മൾ ഡിസ്ട്രാക്ട് ആയി വേറൊരു കാര്യത്തിലോട്ട് ചിന്തിച്ചു പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ വീക്കായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അത് കൂടുതൽ നേരം നിലനിന്ന് പോകാം.